സ്വന്തമായ ഒരു വീട് എന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. എന്നാൽ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനായി 20 വർഷത്തേക്ക് ഒരു ഹോം ലോൺ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ബാങ്കിന് എത്ര രൂപയാണ് തിരികെ നൽകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ കണക്ക് നോക്കാം. നിങ്ങൾ 50 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും 9% പലിശയ്ക്ക് 20 വർഷത്തേക്ക് വായ്പ എടുത്തു എന്ന് കരുതുക. നിങ്ങളുടെ പ്രതിമാസ EMI ഏകദേശം 45,000 രൂപയായിരിക്കും. 20 വർഷം കൊണ്ട് ഈ 50 ലക്ഷം രൂപയുടെ ലോണിന് നിങ്ങൾ തിരികെ ബാങ്കിന് അടയ്ക്കുന്നത് എത്രയാണെന്നറിയാമോ? 1,08,00,000 രൂപ. അതായത് 50 ലക്ഷം രൂപ മുതലിന് പുറമെ 58 ലക്ഷം രൂപ നിങ്ങൾ പലിശയായി മാത്രം നൽകുന്നു. നിങ്ങൾ വാങ്ങിയ വീടിനേക്കാൾ വലിയൊരു തുകയാണ് ബാങ്കിന് പലിശയായി നൽകുന്നതെന്ന് ചുരുക്കം. ഈ വലിയൊരു ബാധ്യതയിൽ നിന്നും, അതായത് 20 വർഷത്തെ ലോൺ എങ്ങനെ 10 അല്ലെങ്കിൽ 12 വർഷം കൊണ്ട് തീർക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ള ഒന്നാമത്തെ വഴിയാണ് വർഷത്തിൽ ഒരു എക്സ്ട്രാ EMI അടയ്ക്കുക എന്നത്. സാധാരണയായി നമ്മൾ ഒരു വർഷം 12 EMI ആണ് അടയ്ക്കുന്നത്. ഇതിനൊപ്പം ഓരോ വർഷവും നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നോ മറ്റു വാർഷിക വരുമാനത്തിൽ നിന്നോ കണ്ടെത്തി ഒരൊറ്റ EMI കൂടി അധികമായി അടയ്ക്കുക. അതായത് വർഷത്തിൽ 13 EMI. ഇങ്ങനെ ചെയ്താൽ 20 വർഷത്തെ നിങ്ങളുടെ ഹോം ലോൺ വെറും 17 വർഷം കൊണ്ട് തീരും. നിങ്ങളുടെ പലിശ ഇനത്തിൽ നിന്നും ഏകദേശം 12 ലക്ഷത്തോളം രൂപ ലാഭിക്കാനും സാധിക്കും. രണ്ടാമത്തെ വഴി നിങ്ങളുടെ EMI തുക എല്ലാ വർഷവും 5% വെച്ച് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇതിനെ സ്റ്റെപ്പ് അപ്പ് EMI എന്ന് പറയും. ഓരോ വർഷവും നമ്മുടെ ശമ്പളം വർദ്ധിക്കാറുണ്ടല്ലോ, അതനുസരിച്ച് EMI തുകയിലും ചെറിയൊരു വർധനവ് വരുത്താം. ഉദാഹരണത്തിന് 45,000 രൂപയാണ് നിങ്ങളുടെ EMI എങ്കിൽ അടുത്ത 5 വർഷം അതിൽ 5% കൂട്ടി, അതായത് 2,250 രൂപ കൂട്ടി അടയ്ക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെടുക. ഇങ്ങനെ ഓരോ വർഷവും 5% വെച്ച് EMI കൂട്ടി അടച്ചാൽ നിങ്ങളുടെ 20 വർഷത്തെ ലോൺ വെറും 13 വർഷം കൊണ്ട് അവസാനിക്കും. ഏകദേശം 20 ലക്ഷത്തിലധികം രൂപ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ ലാഭിക്കുകയും ചെയ്യാം. മൂന്നാമത്തെ വഴി കൃത്യമായി പ്രീപേയ്മെന്റ് അഥവാ മുൻകൂർ അടവ് നടത്തുക എന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന വാർഷിക ബോണസ്, ചിട്ടി വിളിച്ചെടുക്കുന്ന തുക അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ വഴി ലാഭിക്കുന്ന പണം എന്നിവ ലംസമായി ഹോം ലോണിലേക്ക് അടയ്ക്കുക. ഉദാഹരണത്തിന് ലോൺ തുടങ്ങി ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ 1,00,000 രൂപ വെച്ച് നിങ്ങൾ അധികമായി അടച്ചു എന്ന് കരുതുക. ഈ ചെറിയ തുക നിങ്ങളുടെ മൊത്തം ലോൺ കാലാവധി വർഷങ്ങളോളം കുറയ്ക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ പലിശ ലാഭിച്ചു തരികയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് വർഷത്തിൽ ഒരു എക്സ്ട്രാ EMIയും ഒപ്പം വർഷത്തിൽ 5% വെച്ച് EMI വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ആ 20 വർഷത്തെ ഭീമമായ ലോൺ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം കൊണ്ട് 10 മുതൽ 11 വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പ്രീപേയ്മെന്റുകളെല്ലാം ലോൺ തുടങ്ങിയ ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ബാങ്കുകൾ എപ്പോഴും ആദ്യത്തെ വർഷങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ പലിശ ഈടാക്കുന്നത്. അതുകൊണ്ട് ലോണിന്റെ തുടക്കത്തിൽ തന്നെ അധിക തുക അടയ്ക്കുന്നത് നിങ്ങളുടെ മുതൽ അഥവാ പ്രിൻസിപ്പൽ എമൗണ്ട് വേഗത്തിൽ കുറയ്ക്കാൻ സഹായിക്കും. ലോൺ കാലാവധി അവസാനിക്കാൻ 3-4 വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ പ്രീപേയ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ലാഭമൊന്നും ലഭിക്കില്ല. അതുപോലെ ഈ എക്സ്ട്രാ പണം അടയ്ക്കുന്നതിനായി ഒരിക്കലും നിങ്ങളുടെ എമർജൻസി ഫണ്ടോ അത്യാവശ്യം മെഡിക്കൽ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള തുകയോ ഉപയോഗിക്കരുത്. സ്മാർട്ടായി പ്ലാൻ ചെയ്ത ലക്ഷക്കണക്കിന് രൂപ ബാങ്കിന് പലിശയായി നൽകുന്നത് ഒഴിവാക്കി ആ പണം നിങ്ങളുടെ മറ്റ് സമ്പാദ്യങ്ങളിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. നിങ്ങളുടെ ഹോം ലോൺ ഇപ്പോൾ ഏത് വർഷത്തിലാണ് നിൽക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. ലോൺ വേഗത്തിൽ തീർക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക.